ഹലോ നമസ്കാരം. ഇന്ന് വേൾഡ് ഡയബറ്റീസ് ഡേ, നവംബർ 14. ഡയബറ്റീസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു രോഗമാണ്. പക്ഷേ അധികം സംസാരിക്കപ്പെടാത്തൊരു വിഷയമായിരിക്കും ഡയബറ്റീസ് റെറ്റിനോപ്പതി. പ്രമേഹം മൂലം കണ്ണിനെ ബാധിക്കുന്ന ഈ അസുഖത്തിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, നമുക്കതിനെ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം, അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, ഇനി ജനറലി നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നിവ പോലുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനായിട്ട് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ രാജേഷ് ആൻഡ് ഡോക്ടർ ദിവ്യ മേനോൻ. ഹായ്, വെൽക്കം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് വളരെ ഒരു കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു അസുഖമാണ്, പലരെയും ബാധിക്കാറുണ്ട്. പക്ഷേ ഈ പ്രമേഹം മൂലം കണ്ണിന് ഒരു തകരാറ് വരിക അല്ലെങ്കിൽ കാഴ്ചയ്ക്കൊരു തകരാറ് വരിക എന്നുള്ളത് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം ബേസിക്കലി ഡയബറ്റീസ് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാമോ? ആദ്യം തന്നെ റെറ്റിന എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കണ്ണിൽ ലൈറ്റ് പോയി പതിക്കുന്ന നമ്മുടെ പഴയ കാലത്തെ ക്യാമറയിലുള്ള ഒരു ഫിലിം പോലത്തെ അതിൻ്റെ അതേ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് റെറ്റിന. അപ്പോൾ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന തിമിരത്തിനെ പറ്റിയിട്ട് പറയാം. തിമിരം എന്ന് പറയുന്നത് കണ്ണിൽ ലെൻസിന് വരുന്ന ഒരസുഖമാണ്. ഈ ലെൻസിൽ കൂടെ പോകുന്ന ലൈറ്റ് ചെന്ന് ഫോക്കസ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ പേര് റെറ്റിന എന്ന് പറയും. അപ്പോൾ ഈ റെറ്റിനയും ഈ ലെൻസും എല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താൽ ഒരാൾക്ക് നല്ല കാഴ്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ റെറ്റിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അത് ഡയബറ്റീസ് മൂലമാകുമ്പോൾ നമ്മളതിന് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. പല കാരണങ്ങൾ കൊണ്ട് പല റെറ്റിനോപ്പതികളുണ്ട്. അതിൽ ഡയബറ്റീസ് ബാധിക്കുമ്പോഴാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഡയബറ്റീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവേ അത് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് വെസൽസിനെയാണ് എഫക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഹൈ ഷുഗർ ലെവൽസ് കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുഴലുകൾ കേടുവരികയാണ് ചെയ്യുക. അപ്പം അത് എല്ലാ ഓർഗൻസിനെയും അങ്ങനെയാണ് ഷുഗർ ബാധിക്കുന്നത്. അതേമാതിരി കണ്ണിനകത്ത് ഈ റെറ്റിനയിൽ വരുന്ന ഷുഗർ കാരണം കൊണ്ട് ഉള്ള ഈ ബ്ലഡ് വെസൽസിനുള്ള തകരാറാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള എല്ലാ ആളുകൾക്കും ഇത് ബാധിക്കുമോ, അതോ പ്രോപ്പർലി കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിലാണ് ഇത് വരാൻ സാധ്യത കൂടുതലുള്ളത്. നല്ല കൺട്രോളിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കണം എന്നില്ല. എന്നാൽ പോലും ഡയബറ്റീസിന് പ്രോപ്പർലി കൺട്രോൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്ക് കണ്ണ് പരിശോധിക്കുക നല്ലതാണ്. അപ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആരംഭ ദിശയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഡയബറ്റീസ് എന്ന് പറയുമ്പം എല്ലാവർക്കും പരിചയമുള്ള ഷുഗറാണ്. അപ്പോൾ ഈ ഷുഗർ ഉള്ള ആളുകൾക്ക് ഇപ്പം മേ ബി ഇഷ്യൂ ഒന്നുമില്ല, കൺട്രോളിലാണെങ്കിൽ ഇപ്പോൾ ഈ സ്ട്രെസ്സ് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അങ്ങനത്തെ അതിൻ്റെ ഒപ്പം വരുന്ന രോഗങ്ങൾ കാരണം ചിലപ്പോൾ ഇഷ്യൂസ് വരാറുണ്ടോ, അതോ അത് ബാധിക്കാറുണ്ടോ കണ്ണിനെ? സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് ഷുഗർ കൂടാറുണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് പോലെ അങ്ങനെ പോകുമായിരിക്കും അല്ലേ? സ്ട്രെസ്സും മാത്രം, ഇപ്പോൾ സ്ട്രെസ്സ് ചോദിച്ച പോലെ വേറെ അസുഖങ്ങളും ഇതിനകത്ത് ഇതിനൊരു പ്രധാന പങ്കുണ്ട്. അതായത് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ഡയബറ്റീസ് കൊണ്ട് മാത്രമാണ് പ്രധാനമായിട്ട് സംഭവിക്കുന്നതെങ്കിലും അനുബന്ധമായിട്ടുള്ള ബാക്കിയുള്ള അസുഖങ്ങൾ, കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ, BP കൂടുതലാണെങ്കിൽ, ഇതെല്ലാം ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയെ മോശമാക്കുന്നതിൽ പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡയബറ്റീസുള്ള ഒരു വ്യക്തിക്ക് അതിൻ്റെ കൂട്ടത്തിൽ BP ഉണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് പോകണം. പിന്നെ സ്ട്രെസ് ഒരു വൺ ഓഫ് ദ കോസസ് ഫോർ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് വേഴ്സൺ ചെയ്യാൻ ഒരു കാരണമായി മാറും. സ്ട്രെസ് ഉള്ളത് കൊണ്ട് തന്നെ ഡയബറ്റീസ് ഉണ്ടാവണമെന്നില്ല. എല്ലാ ആൾക്കാർക്കും സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ്സിൽ എല്ലാവർക്കും ഡയബറ്റീസ് ഇല്ല അല്ലേ? ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഡയബറ്റീസ് പ്രോപ്പർലി കൺട്രോൾഡ് ആവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഡയബറ്റീസും കുറേ കാലം കൺട്രോൾഡ് അല്ലാത്ത ഡയബറ്റീസും അതിൻ്റെ കൂടെ തന്നെ കൺട്രോൾഡ് അല്ലാത്ത BPയും അതുപോലെ കൺട്രോൾഡ് അല്ലാത്ത കൊളസ്ട്രോളും ഉണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കുറേയും കൂടി കൂടുതലായിരിക്കും. ഓക്കെ. അപ്പം ഈ നമ്മൾ പറഞ്ഞു സ്ട്രെസ്സും കാര്യം, ഇത് എങ്ങനെ അറിയാം? ഇപ്പോൾ നമുക്ക് ഡയബറ്റീസ് റെറ്റിനോപ്പതി പറയും പോലെ മാം പറഞ്ഞു, ആരും അങ്ങനെ ഷുഗർ ഉള്ള ആൾക്കാർ അത്ര ബോധേഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ ഫാമിലീസിലൊക്കെ ഉള്ളത് ബേസിക്കലി എല്ലാ ഡയബറ്റിക് പേഷ്യൻസും വൺസ് ഇൻ എ ഇയർ എങ്കിലും റെറ്റിന ചെക്ക് ചെയ്യണം. അത് ഇപ്പം ഡയബറ്റീസ് ഇപ്പോഴാണ് കണ്ടുപിടിച്ചതെന്ന് ചില ആൾക്കാർ വന്ന് പറയാറുണ്ട്, ഇപ്പോഴേ കണ്ടുപിടിച്ചിട്ടുള്ളൂ, പക്ഷെ അപ്പോഴേക്കും കണ്ണിനെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പം ഇത് ഫസ്റ്റ് നമ്മൾ എപ്പോഴാണോ ഷുഗർ ഉണ്ടെന്ന് അറിയുന്നത് വെച്ചാൽ അന്നേരം തന്നെ പോയിട്ടൊന്ന് കണ്ണും കൂടിയും ടെസ്റ്റ് ചെയ്യണം. ആൻഡ് അധികവും ആൾക്കാർ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പം ചില്ലിട്ട് പരിശോധിച്ചിട്ട് കണ്ണട പവർ മേടിച്ച് പോവുക ചെയ്യുക. പക്ഷെ അതുകൊണ്ട് നമുക്ക് റെറ്റിനോപ്പത്തി ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. റെറ്റിനോപ്പത്തി ഉണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ മരുന്ന് ഒറ്റിച്ച് കണ്ണിൻ്റെ കൃഷ്ണമണി ഒന്ന് വികസിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെറ്റിനയുടെ ഭാഗം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പത്തി ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഈ ടെസ്റ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ചില്ലിട്ട് പരിശോധിക്കുന്നതിൽ നമ്മൾ മരുന്നൊറ്റിച്ച് ടെസ്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് റിഫ്രാക്റ്റീവ് എറർ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. അതിൽ കണ്ണട പവർ കിട്ടുന്നേ ഉള്ളൂ.
പക്ഷേ മരുന്നൊറ്റിച്ച് ടെസ്റ്റ് ചെയ്യാനും മരുന്നൊറ്റിച്ച് നമ്മളൊരു 1 ഹവറോളം ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് റെറ്റിനയുടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഡയബറ്റിക് പേഷ്യൻസും എപ്പോഴാണോ അവർ ഷുഗർ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അപ്പം തന്നെ അവർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ആൻഡ് വൺസ് ഇൻ എ ഇയർ എങ്കിലും അവർ ചെക്ക് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട്. അതെ. ഇൻ കേസ് അവർക്ക് ഇനി എന്തെങ്കിലും ഡയബറ്റിക് റെറ്റിനോപ്പത്തിയുടെ ഇഷ്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ റെറ്റിന സ്പെഷ്യലിസ്റ്റ് എപ്പോഴൊക്കെ അവരെ ഫോളോ അപ്സിന് വിളിക്കുന്നു അപ്പോഴൊക്കെ ആ ഫോളോ അപ്സിന് പോകണം. എന്താ വെച്ചാൽ ഇതിന് എപ്പോഴും ഒരു തുടർ ചികിത്സ ആവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ റെറ്റിനോപ്പത്തി ഉണ്ട് കണ്ടുപിടിച്ചു മൈൽഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നത്തെ ഒരു ചെക്കപ്പ് ഒരു 2-3 ഇയേഴ്സ് കഴിയുമ്പോഴത്തേനും കണ്ണിനകത്ത് അത് വേഴ്സൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു പ്രോപ്പർ ഫോളോ അപ്പും ഒരു തുടർ ചികിത്സയും ആവശ്യമായിട്ട് വരും. അത് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എല്ലാവർക്കും സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ചില ആൾക്കാർക്ക് നല്ല കാഴ്ച ഉണ്ടാവും, പക്ഷേ അവരുടെ കണ്ണിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി വളരെ മോശമായ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പൊട്ടാൻ നിൽക്കുന്ന ഒരു ബോംബ് പോലെയാണ്. പെട്ടെന്നൊരു ദിവസമായിരിക്കും അത് പൊട്ടിയിട്ട് കണ്ണിൽ ബ്ലീഡിങ് ഉണ്ടാവുകയോ കണ്ണിൽ ഞരമ്പ് ഇളകി പോയിട്ടോ വരാറുള്ളത്. അപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി സിംറ്റമാറ്റിക് ആവാം, ചിലപ്പോൾ സിംറ്റംസ് ഉണ്ടാവില്ല. ചില പേഷ്യൻസിന് കംപ്ലീറ്റ് നോർമൽ വിഷൻ ആയിരിക്കും ടിൽ ദ ലാസ്റ്റ് മൊമെൻറ്റ്. അത് ഒരു പ്രശ്നമാവുന്നവരെ. എന്നാൽ വേറെ കുറേ പേർക്ക് സിംറ്റംസ് ഉണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ റെറ്റിനയുടെ സെൻറ്ററിൽ ഒരു സ്ഥലമുണ്ട്, മാക്കുല എന്ന് പറയും. ഈ മാക്കുലയിൽ ഒരു നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ, ഈ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കാഴ്ച വളരെ മങ്ങി കാണാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മൾ കാണുന്ന ഏരിയയിൽ ചെറിയ ഡാർക്ക് ഡോട്ട്സ് പോലെ ഇങ്ങനെയൊക്കെ കാണും. അപ്പോൾ അതാണ് ഒരു ലക്ഷണം. പിന്നെ നമ്മൾ ചില ലൈനുകൾ നോക്കി ലൈനൊക്കെ വളഞ്ഞ പോലെ. ഇന്ന് ഞാൻ കണ്ട ഒരു പേഷ്യൻറ്റ് വന്നിട്ട് അവരുടെ മെയിൻ കംപ്ലയിൻറ്റ് എനിക്ക് ലൈനെല്ലാം വളഞ്ഞ് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈൻ വളഞ്ഞ് കാണുക എന്നുള്ളതും ഈ നീർക്കെട്ടിൻ്റെ ഒരു ലക്ഷണമാണ്. അതേസമയം ഈ നീർക്കെട്ട് മാത്രമല്ല, ചിലപ്പോൾ കണ്ണിൽ ബ്ലീഡിങ് ഉണ്ടാവാം. ഈ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും പേഷ്യൻസ് വന്ന് പറയുന്നത് കണ്ണിന് മുമ്പിൽ മുടിക്കെട്ട് തൂങ്ങി നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്തോ മാറാല വന്ന് നിൽക്കുന്ന പോലെ. പാറ്റേൺ കാണുന്ന അതല്ല. ഇത് പെട്ടെന്ന് ഒരു ഓൾ ഓഫ് എ സഡൻ അതുവരെ ഒരു കുഴപ്പമില്ലാത്ത ആളുടെ കണ്ണിൻ്റെ മുമ്പിൽ ചുവന്ന കളറിൽ, ചില ആൾക്കാർ ചുവന്ന കളറിൽ തന്നെ പറയും. അതല്ലെങ്കിൽ ചിലപ്പോൾ പറയും കണ്ണിന് മുമ്പിൽ ചില മുടിക്കെട്ട് എന്തോ ഈ ഇരുട്ട് വന്ന് നിൽക്കുന്ന പോലെ, ഒരു വല വന്ന് നിൽക്കുന്ന പോലെ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കണ്ണിനകത്ത് ഒരു ബ്ലീഡിങ് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ സിംറ്റംസ് ഉണ്ടാവാം, സിംറ്റംസ് ഉണ്ടാവാതിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് കണ്ണ് മരുന്നൊഴിച്ച് പരിശോധിക്കണം. അപ്പോൾ ആ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണിൻ്റെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഏത് സ്റ്റേജിലാണ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ശരി. അപ്പം ഈ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പം എന്തൊക്കെ ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് അതിനകത്ത് വരുന്നത്? സാറ് പറഞ്ഞ മാതിരി ഇപ്പം നമ്മുടെ റെറ്റിനയിൽ കാഴ്ചയ്ക്ക് വേണ്ട ഭാഗം ഒരു മാക്യുല എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അപ്പം അവിടെ നീർക്കെട്ട് വരുന്ന മാതിരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേഷ്യൻറ്റിനെ ഈ പറഞ്ഞ മാതിരി സ്ട്രെയിറ്റ് ലൈനൊക്കെ വളഞ്ഞിരിക്കുന്ന മാതിരി തോന്നിക്കുക. അപ്പം അങ്ങനെ നമുക്ക് അവിടെ നീർക്കെട്ട് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഒരു സ്കാനിങ് എടുക്കും. OCT സ്കാനിങ് എന്നാണ് അതിനെ പറയുക. അപ്പം ആ സ്കാനിങ്ങിൽ നമുക്ക് കൃത്യമായിട്ട് നീരിൻ്റെ അളവ് അറിയാൻ പറ്റും. അപ്പം ആ കാഴ്ചയ്ക്ക് വേണ്ട ഭാഗത്ത് നീരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കണ്ണിൻ്റെ അകത്തേക്ക് ആൻറ്റി-VEGF ഇഞ്ചെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അത് ഒരു ഇഞ്ചെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പേഷ്യൻറ്റിനെ ഒരു 1 മന്ത് കഴിഞ്ഞ് വീണ്ടും വിളിപ്പിക്കും. വീണ്ടും നമ്മൾ ഈ സ്കാനിങ് എടുത്ത് നോക്കും. ആ നീര് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക. ഇനിയിപ്പം അഥവാ കാഴ്ചയ്ക്ക് വേണ്ട ഭാഗത്ത് നീരില്ല, കുറച്ച് സൈഡിലേക്ക് മാറിയിട്ടാണ് നീരുള്ളതെന്നെങ്കിൽ നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുക. ലേസർ ലൈറ്റ് കൊണ്ട് ആ നീരിനെ ഒന്ന് വലിച്ച് കളയാനുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുക. ഇനി അഥവാ പൊട്ടാൻ സാധ്യതയുള്ള രക്തക്കുഴലുകൾ വളർന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ന്യൂ വെസൽസ് റെറ്റിനയിൽ പലയിടത്തും വളർന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് PRP ലേസർ അല്ലെങ്കിൽ പാൻഡ് റെറ്റിനൽ ഫോട്ടോകോയാഗുലേഷൻ, PRP ലേസർ എന്ന് പറഞ്ഞിട്ടൊരു ലേസറാണ് ചെയ്യുക. അത് 3 സിറ്റിങ്ങിലാണ് നമ്മളത് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അത് 2 വീക്സിൻ്റെ ഡ്യൂറേഷനിലാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞാലും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അവിടെ നിൽക്കുന്നില്ല. പേഷ്യൻ്റ് ഫോളോ അപ്സിന് വന്നുകൊണ്ടേയിരിക്കണം. എപ്പോൾ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരുന്നു അതിനെ ആ സ്പോട്ടിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. എന്നാലേ അവർക്ക് ഉള്ള വിഷനെങ്കിലും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തവണത്തെ ട്രീറ്റ്മെൻ്റ് അല്ല. അതാണ് ഏറ്റവും ആദ്യം രോഗി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഇത് കാലങ്ങളോളം ഡയബറ്റീസ് കൺട്രോളിലല്ലാതെ കൊണ്ട് വന്നുപോയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. അത് രോഗിയും ബുദ്ധിമുട്ടണം, ചികിത്സിക്കുന്ന ഡോക്ടറും ബുദ്ധിമുട്ടണം എന്നുള്ളത് ഞാൻ എപ്പോഴും പേഷ്യൻറ്റോട് പറയുന്ന കാര്യം അതാണ്.
അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, BP ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക. ഇതെല്ലാം കൺട്രോളിലായി വളരെ നോർമലാക്കിയിട്ട് കണ്ണ് ചികിത്സിക്കും എന്നുള്ളതല്ല, അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ കൂടെ തന്നെ നടത്തണം. അതിൻ്റെ ഒപ്പം തന്നെ കണ്ണും കൂടി നമ്മൾ ചികിത്സിക്കാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അതിനകത്ത് ചിലപ്പോൾ ഇഞ്ചക്ഷൻ ആയിരിക്കും, സമയത്ത് ലേസർ ആയിരിക്കും, അങ്ങനെ പല രീതിയിൽ നമുക്കതിനെ ചികിത്സിക്കാം. അത് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം കണ്ണാണല്ലോ മെയിൻ ഇഷ്യൂ. നമ്മളങ്ങനെ ബാക്കിയെല്ലായിടത്തും ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറയുമ്പോൾ മേ ബി ഓക്കെ ആയിരിക്കും. ഇത് ഇത്തിരി പെയിൻഫുൾ ആണോ, അതോ നമ്മളതിന് വേറെ എന്തെങ്കിലും ചെയ്യുമോ? ഈ സ്കാനിങ് ആയാലും അത് ബുദ്ധിമുട്ടുള്ളൊരു സ്കാനിങ് ആണോ? സ്കാനിങ് ഒന്നും പെയിൻഫുൾ അല്ല, ഇഞ്ചക്ഷനും അങ്ങനെ പെയിൻഫുൾ എന്ന് പറയാനില്ല, ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കുമ്പോഴൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഡേ കെയർ പ്രൊസീജിയറാണ്, പക്ഷേ സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയറിൽ വേണം ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പം ഇത് പോസ്റ്റ് ഇഞ്ചക്ഷൻ അവർക്കൊരു 2 ദിവസം റെസ്റ്റ് വേണ്ടി വരും. അങ്ങനെ ബെഡ് റെസ്റ്റ് അല്ല, തല നനയ്ക്കാൻ പാടില്ല, കണ്ണിനകത്തേക്ക് വെള്ളം ആവാൻ പാടില്ല, കണ്ണിലേക്ക് പൊടി തട്ടാൻ പാടില്ല, അങ്ങനെ ഒന്ന് ചെറിയ റെസ്ട്രിക്ഷൻസ് തന്നെയുള്ളൂ. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പേടിയുണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. അതിപ്പോൾ ഒരു ചില പഠനങ്ങൾ പറയുന്നത് ആൾക്കാർ ഇപ്പോൾ അത് വീണ്ടും ഇഞ്ചക്ഷൻ വേണ്ടി വരുന്ന അസുഖമാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഈ ഇഞ്ചക്ഷൻ തുടർന്ന് എടുക്കാതിരിക്കാൻ ഒരു കാരണം തന്നെ ഈ ഇഞ്ചക്ഷനെ പറ്റിയുള്ള പേടിയാണ്. അതിൽ വേദന ഉണ്ടാകുമോ എന്നുള്ളതല്ല. ഇപ്പോൾ ചോദിച്ച പോലെ ഈ കണ്ണിലാണല്ലോ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതൊരു വല്ലാത്ത പേടി ഉണ്ടാക്കുന്ന കാര്യം. പക്ഷേ അത്ര പേടിക്കാനുള്ളതല്ല, ലോകം മുഴുവൻ ഇതാണ് ഇതിൻ്റെ ചികിത്സ, ഇപ്പോഴത്തെ ലെവലിൽ ഇതാണ് ഇതിൻ്റെ ചികിത്സ. അപ്പോൾ നമ്മൾ ഒരു രോഗി മനസ്സിലാക്കേണ്ടത് ഇതേ ചികിത്സ ചെയ്യുന്ന എന്നെ പോലെ തന്നെ വളരെയധികം ആൾക്കാരുണ്ട്. ഇതിന് ഇപ്പം നമുക്ക് ഈ ഒരു ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച നമുക്ക് പോകുന്നത് തടയാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചികിത്സയ്ക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യങ്ങളില്ല. സാധാരണഗതിയിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയാൻ ഒരു ഉറുമ്പ് കടിച്ചാലുള്ള പോലെ എന്ന് പറയുന്ന പോലെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ യൂഷ്വലി പെയിൻഫുള്ളല്ല. ഇതിനേക്കാളും പെയിൻ കുറച്ച് ചിലപ്പോൾ ചില സമയത്ത് ലേസറിനാണ് ഉണ്ടാവുക. എന്നുവെച്ചാൽ ലേസറിൽ നമ്മൾ എസ്പെഷ്യലി പുതിയ ബ്ലഡ് വെസലുകൾ കണ്ണിൽ വന്നു എന്ന് കാണുന്ന അവസ്ഥയിൽ ബ്ലീഡിങ് വരാനുള്ള ഒരു ടെൻഡൻസി ഉള്ള കണ്ണിൽ, അതായത് ലേസർ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നീർക്കെട്ടുള്ള ലേസറിന് അത് വലിയ പവറില്ല, വലിയ വേദന എടുക്കില്ല. ആ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ ചെയ്യുന്ന ലേസർ ചിലപ്പോൾ ചെറിയ പെയിൻ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് മാത്രമുള്ളതൊന്നുമില്ല, കണ്ണിൽ വെക്കുന്നു എന്നുള്ള ആ ഒരു ഭയം മാത്രമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പം ഈ ട്രീറ്റ്മെൻറ്റ്സ് സർജറി ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇതിൽ വരുന്നുണ്ടോ, അതോ അതായത് ഇപ്പം ലേസർ ചെയ്തിട്ടും ബ്ലീഡിങ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്താണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ റെറ്റിന ഇളകി പോരുക, കണ്ണിൻ്റെ റെറ്റിന ഡിറ്റാച്ച് ചെയ്ത് വരിക എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനത്തെ ഒരു റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മേജർ ബ്ലീഡിങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് ഇഞ്ചക്ഷൻസിലൂടെയോ അല്ലെങ്കിൽ ലേസറിലൂടെയോ മാറ്റാൻ പറ്റില്ല. അത് സർജറിയിലൂടെ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അതിനകത്തും ഈ സർജറി എന്നൊക്കെ പറയാം, ഇതിങ്ങനെ റെറ്റിന ഇളകിപ്പോരുക എന്നൊക്കെ പറയുമ്പോഴേ സർജറി ഡയബറ്റീസിൽ ചെയ്യേണ്ടി വരുന്നത് പ്രധാനമായിട്ട് ബ്ലീഡിങ്, കണ്ണിനകത്തേക്ക് രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് ലേസർ കൊണ്ട് ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റിയെന്ന് വരും. ചിലപ്പോൾ ഈ ലേസർ കൊണ്ട് നമ്മളത് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടോ കുറയാതെ വരുന്ന ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, അതായത് നോൺ ക്ലിയറിങ് ബ്ലീഡിങ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതിന് സർജറി ഒരു ഇൻഡിക്കേഷനാണ്. രണ്ടാമത്തത് കണ്ണിൽ ഈ റെറ്റിന ഇളകിപ്പോരുന്ന, അതായത് റെറ്റിനയുടെ മുകളിൽ ചില പാടകൾ വളർന്നു വന്ന് ആ പാട ചുരുങ്ങി വരും. ഇപ്പോൾ ഷുഗറിൻ്റെ ഭാഗമായിട്ട് പുതിരക്തക്കുഴലുകൾ വളർന്നു വരും, അതിനോട് ചേർന്ന് ചില പാടകളും വളർന്നു വരും. അപ്പോൾ ഈ പാടയും ചുരുങ്ങിക്കഴിയുമ്പോൾ റെറ്റിന മുകളിലേക്ക് പൊങ്ങി വരും. എന്നാൽ റെറ്റിനയ്ക്ക് തീരെ കട്ടിയില്ല. യൂഷ്വലി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ പറയുക റെറ്റിനയ്ക്ക് ഒരു കഞ്ഞിപ്പാടയുടെ കട്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ വേറൊരു പാട വന്ന് ചുരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന റെറ്റിനയെ തിരിച്ചു പിടിപ്പിക്കാനും ഓപ്പറേഷൻ തന്നെയാണ് ചികിത്സ. അപ്പോൾ സാധാരണ ഈ 2 കണ്ടീഷൻസിലാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് നമ്മൾ സാധാരണ ഓപ്പറേഷൻ ചെയ്യാറ്. ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പം പലർക്കും ഉള്ള ഡൗട്ടാണ്, നമ്മളിപ്പം മൊബൈൽ ഫോൺസൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. സ്പെസിഫിക്കലി നമ്മൾ കുട്ടികളിൽ നമ്മൾ എല്ലാവരും പറയും ഫോൺ അഡിക്റ്റഡ് ആണ് എന്നൊക്കെ പറയും. ഈ മൊബൈൽ ഫോൺസിൻ്റെ യൂസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലൂ റേസ് ഇതൊക്കെ കണ്ണിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതിൻ്റെ ഒരു വാസ്തവവും പ്ലസ് ഇപ്പോൾ മേ ബി ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു 30s to above ഡയബറ്റീസ് ഭയങ്കര കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അവരുടെ യൂസേജിനൊക്കെ ഇതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ?
ഈ ഫോൺ യൂസേജും? ഡയബറ്റീസും ഫോൺ യൂസും ഡയബറ്റിക് റെറ്റിനോപ്പതി ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൂടുമോ അങ്ങനെയൊന്നും പഠനങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ബ്ലൂ റേസ് ഡെഫിനറ്റ്ലി അത് കണ്ണിൻ്റെ റെറ്റിനിലെ മാക്കുല എന്ന് പറയുന്ന ഏരിയയ്ക്ക് അവിടുത്തെ ചില കോശങ്ങൾക്ക് അത് ടോക്സിക് ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലൂ ബ്ലോക്കിംഗ് ലെൻസസ് യൂസ് ചെയ്യുന്ന ഒരു പരിധി വരെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ പുതിയ ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പതിയെ കാലമൊന്നും ആയിട്ടില്ല. ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ സമയം കൊണ്ടേ അറിയുള്ളൂ. പക്ഷേ ആസ് ഓഫ് നൗ ഇതൊക്കെ അത്ര വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഓൾറെഡി അത് ഉണ്ടാക്കുമോ എന്നറിയാം. പക്ഷേ അതിനകത്ത് ഈ ബ്ലൂ ലൈറ്റ് ഡെഫിനറ്റ്ലി റെറ്റിനയ്ക്ക് ചെറിയ കേടുണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് ബ്ലൂ ബ്ലോക്കിംഗ് ഗ്ലാസസ് യൂസ് ചെയ്യാനായിട്ട് പലപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഈ ഐ എക്സസൈസൊക്കെ പലരും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ഞരമ്പുകളെയും ഒക്കെ എഫക്റ്റ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും വിഷനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഐ എക്സസൈസസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നെർവ്സിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഐ എക്സസൈസസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മോഡേൺ മെഡിസിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴാണ് ഐ എക്സസൈസ് കൊടുക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ കണ്ണിലെ മസിലുകൾ വീക്കായിരിക്കുമ്പോൾ, അപ്പോൾ കണ്ണിലെ മസിലുകൾ വീക്കായിട്ട് നമുക്ക് ഒരു പോയിന്റ് തന്നെ കുറേ നേരം നോക്കി നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് വളരെ കുറച്ച് നേരം നമ്മൾ വായിക്കുമ്പോഴോ നിയർ വിഷനത് കുറച്ച് നേരം കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണ് സ്ട്രെയിൻ വരുന്ന ചില സിറ്റുവേഷൻസിൽ, അപ്പോൾ അതൊക്കെ യൂഷ്വലി കുട്ടികളിലും അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില എക്സസൈസുകൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട് ഞാനിങ്ങനെ കുറേ എക്സസൈസ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് എൻ്റെ റെറ്റിനൽ അസുഖം മാറുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ റെറ്റിനയുടെ അസുഖത്തിനും ഈ എക്സസൈസിനും വലിയ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ എക്സസൈസുകൾ യൂഷ്വലി ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ചില എക്സസൈസുകളുണ്ട്, അത് ചെയ്യാം. മറ്റേത് യൂസ്ഫുൾ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കുട്ടികളിലൊക്കെ ഫോക്കസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരും. ചില കുട്ടികൾ പറയാറുണ്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് പീരീഡ് ഒന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, തേർഡ് ഫോർത്ത് പീരീഡ് ആകുമ്പോഴേക്കും അവർക്ക് ബുദ്ധിമുട്ട് തുടങ്ങും. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും തലവേദനയായി മാറും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു കണ്ടീഷനാണ് നമ്മൾ ഐ എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ കമ്പ്യൂട്ടർ സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുന്ന ഒരു റൂളുണ്ട്, 20-20-20 റൂൾ. അതായത് 20 മിനിറ്റ്സോളം നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് 20 ഫീറ്റ് അകലുള്ള ഒബ്ജക്റ്റിലേക്ക് നോക്കുക. അപ്പം ആ 20 സെക്കൻഡ് മതി ബേസിക്കലി കണ്ണിൻ്റെ മസിൽസിനൊന്ന് റിലാക്സ് ചെയ്യാനും ആ ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റിലേക്കൊക്കെ നോക്കുമ്പോൾ ഒന്ന് കണ്ണൊന്ന് റിലാക്സ് ആവും, മസിൽസ് കണ്ണിനകത്തുള്ള മസിൽസ് റിലാക്സ് ആവും. അപ്പോൾ ഇതാണ് 20-20-20 റൂൾ. പക്ഷേ ഇതൊന്നും റെറ്റിനയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമല്ല, ജനറലായിട്ട് നമ്മുടെ ഹെൽത്ത്. ഓക്കെ. ഇപ്പം ഈ ഷുഗറോട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ആൾക്കാർ ഒരു ക്യാരറ്റ് കഴിക്കണം കണ്ണിന് കിട്ടാൻ, ചീര കഴിക്കുന്നത്, ഇലവർഗ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. സോ സിമിലർലി ഇപ്പം അത് ആക്ച്വലി ഉള്ള കാര്യമാണല്ലോ. അപ്പം അല്ലേ, അപ്പം ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഡയറ്റ് സ്പെസിഫിക്കലി ഐസിന് വേണ്ടിയിട്ട് എങ്ങനെ നോക്കാൻ പറ്റും? അല്ല, ഡയബറ്റിക് റെറ്റിനോപ്പത്തിക്ക് ബേസിക്കലി ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ഫിസിഷ്യൻസും എൻഡോക്രൈനോളജിസ്റ്റും എന്താണോ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അവർ ആ ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഷുഗറിൻ്റെ കൂടെ തന്നെ അവർക്ക് കൊളസ്ട്രോളും ബേസിക്കലി എല്ലാവരും ഒരു തെറ്റിദ്ധാരണയുണ്ട്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവർ മെയിൻലി ജസ്റ്റ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് വരും. പക്ഷേ കൊളസ്ട്രോളിന് 5 ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു കൊളസ്ട്രോൾ മാത്രം, HDL എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് കൊളസ്ട്രോൾ മാത്രമേ നല്ല കൊളസ്ട്രോൾ ഉള്ളൂ, ബാക്കി 4 ചീത്ത കൊളസ്ട്രോളാണ്. അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യണം. അത് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റുമാണ് അത് അവരെ ഗൈഡ് ചെയ്യേണ്ടത്. അപ്പം ഡയബറ്റിക് റെറ്റിനോപ്പത്തിക്ക് ഷുഗർ കൺട്രോളിൻ്റെ കൂടെ കൊളസ്ട്രോളും പ്രഷറുള്ള ആൾക്കാർക്ക് പ്രഷറും തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് തൈറോയിഡും ഇതെല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. ഏതിലെങ്കിലും വേരിയേഷൻസ് വരുന്നതെല്ലാം കണ്ണിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ ലെവൽസ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്ന ആൾക്കാർക്ക് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ പാളികളിൽ കൊഴുപ്പ് വന്ന് അടിയും. എന്നുവെച്ചാൽ അവിടെ റെറ്റിനയിൽ ഓൾറെഡി ബ്ലഡ് വെസൽസ് കേടുവന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് കൊഴുപ്പ് വന്ന് അടിയാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് കൊളസ്ട്രോളിനെ കൺട്രോൾ ഇതെല്ലാം ഫിസിഷ്യൻസ് അവർക്ക് എങ്ങനെയാണോ ഗൈഡൻസ് കൊടുക്കുന്നത് വെച്ചാൽ അത് അതേമാതിരി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ അഡ്വാൻസ് സ്റ്റേജസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏർലി കണ്ടുപിടിച്ച സ്വാഭാവികമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എളുപ്പമായിരിക്കും. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് ഈ പറയും പോലെ ആളുകൾ ബോധേഡ് അല്ലാത്തത് കൊണ്ട് തന്നെ മേ ബി അതൊരു
ഐസൈറ്റ് ഓൾമോസ്റ്റ് ലൂസ് ചെയ്യുന്നൊരു ടൈമിലായിരിക്കും ചിലപ്പം എനിക്ക് തോന്നുന്നു അധികോറും പേഷ്യൻസ് നിങ്ങളെ ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. അവർക്ക് ഈ വിഷൻ തിരിച്ചു കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ, അതോ അതിന് ബുദ്ധിമുട്ടുണ്ടാവുമോ? അങ്ങനെ യൂഷ്വലി ഈ വിഷൻ കുറഞ്ഞു പോയിട്ട് വരുന്ന പല പേഷ്യൻസിനും പലപ്പോഴും ട്രീറ്റബിൾ സ്റ്റേജിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ട്രീറ്റബിൾ സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഷൻ ഒരു പരിധി വരെ ചില സമയത്ത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് 100% കാഴ്ച കിട്ടും. അങ്ങനെ ഇത് കാഴ്ച കുറഞ്ഞു പോയി അഡ്വാൻസ് സ്റ്റേജിലായി ഇനി ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു കാഴ്ചയില്ലാത്ത കണ്ണിൽ അയാൾക്ക് ചിലപ്പോൾ ഒരു ഓപ്പറേഷന് ശേഷമോ ഇഞ്ചക്ഷനുകൾക്ക് ശേഷമോ ലേസറിന് ശേഷമോ അയാൾക്ക് ചിലപ്പോൾ ഒരു 50 മീറ്റർ ദൂരത്തല്ലേ അല്ലെങ്കിൽ ഒരു 50% കാഴ്ച, ഒരു 60% കാഴ്ച, ഈ 50% കാഴ്ച 60% കാഴ്ചയും അതുവരെ ഒരു കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാറ്റങ്ങളുണ്ട്, വളരെയധികം വ്യത്യാസം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയില്ല, നമുക്ക് ഇത് അഡ്വാൻസ് സ്റ്റേജ് അതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നമുക്ക് 100% കാഴ്ചയിലേക്ക് ചിലപ്പോൾ എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ പോലും ആ വ്യക്തിക്ക് അയാളുടെ സ്വന്തം കാര്യങ്ങൾ നടത്താനായിട്ട്, അപ്പോൾ ഞാൻ പേഷ്യൻറ്റിനോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ അക്ഷരം വായിക്കാൻ പറ്റിയെന്ന് വരില്ല, ദൂരത്ത് നിങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ട പോലെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ, നിങ്ങൾ വേറെ ആളുടെ ഡിപ്പെൻഡൻ്റ് ആവാതെ നടക്കാനും സ്വന്തമായിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാനും ഒരു കാഴ്ച കിട്ടിയാൽ തന്നെ ഈ കണ്ണിനെ സംബന്ധിച്ചോളം അതൊരു സക്സസ് എന്ന രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് ഓരോ പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കണം. അതായത് ഇതാണ് ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പറഞ്ഞു കൊടുത്തിട്ട് വേണം അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് മാത്രം. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ഹെൽത്ത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻ കേസ് ഓഫ് ലൈക്ക് ഡയബറ്റീസിൻ്റെ സിംറ്റംസ് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഐ ഹെൽത്തും കൂടി കുറച്ചും കൂടി അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ, ആൾക്കാർക്ക് കണ്ണട വെക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴേ കണ്ണ് പോയി ടെസ്റ്റ് ചെയ്യുക പോലും ചെയ്യാറുള്ളൂ, ഇൻക്ലൂഡിങ് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ. അപ്പം വൺസ് അത് കണ്ണടയൊക്കെ വെച്ച് നമുക്കതിൻ്റെ ഒരു വിഷൻ ലോസിൻ്റെ ഇമ്പാക്റ്റ് കിട്ടുമ്പോഴാണ് ഇതിനെപ്പറ്റി അവയർനെസ്. അതായത് ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇഞ്ചക്ഷനും ലേസറിനൊക്കെ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്കിത് വന്നു, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്ക് ആർക്കൊക്കെയാണോ ഷുഗറുള്ളത്, ഒരു കുടുംബത്തിൽ നമുക്കറിയാമല്ലോ എത്ര പേർക്ക് ഷുഗർ ഉണ്ടാവുക എന്നുള്ളതൊക്കെ, അവരോടൊക്കെ ഒന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറയണം എന്നുള്ളത് ഞാൻ നിർബന്ധമായിട്ടും പറയാറുണ്ട്. അങ്ങനെ ഒരു പേഷ്യൻ്റെ ഫാമിലിയിൽ നിന്ന് 10 പേര് വന്നു ഡയബറ്റിക് റെറ്റിനോപ്പതിയായിട്ട്. പക്ഷെ അവരപ്പോഴേ അറിഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇത് ആൾക്കാർക്ക് പ്രധാനമായിട്ട് അറിയില്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചസാര കൂടുകയാണ്, അത് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നോക്കാം എന്നുള്ള ഒരു വളരെ ലാഘവമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഷുഗർ പക്ഷേ ഇങ്ങനെയല്ല, എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നതാണ്. കിഡ്നിയെ ബാധിക്കും, ഹൃദയത്തിനെ ബാധിക്കും, നാഡീവ്യൂഹത്തിനെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും, അങ്ങനെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാ ഡോക്ടർമാരും ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ എല്ലാവരും പറയും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് വളരെ അഡ്വാൻസ് സ്റ്റേജിൽ വന്നു, അവർക്ക് വിഷനൊന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ആ പേഷ്യൻ്റ് ഓരോ തവണ വരുമ്പോഴും അയാൾക്ക് 3-4 ബ്രദേഴ്സ് ഉണ്ട്, അവരൊക്കെ പുറത്താണ്. ഓരോരുത്തർ നാട്ടിൽ വരുമ്പോൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് അവർ വന്നിട്ട് കണ്ണ് പരിശോധിക്കുക എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഈ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി ഇത് നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ രക്ഷപ്പെട്ടു പോയിരുന്നേനെ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെയും വിളിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ പലപ്പോഴും കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വളരെ അഡ്വാൻസ് സ്റ്റേജിൽ വന്നു, അവർക്ക് വിഷനൊന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ആ പേഷ്യൻ്റ് ഓരോ തവണ വരുമ്പോഴും അയാൾക്ക് 3-4 ബ്രദേഴ്സ് ഉണ്ട്, അവരൊക്കെ പുറത്താണ്. ഓരോരുത്തർ നാട്ടിൽ വരുമ്പോൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് അവർ വന്നിട്ട് കണ്ണ് പരിശോധിക്കുക എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഈ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി ഇത് നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ രക്ഷപ്പെട്ടു പോയിരുന്നേനെ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെയും വിളിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ പലപ്പോഴും കാണാറുണ്ട്. ശരി, ഈ പറയുന്ന പോലെ ആരും അങ്ങനെ ചിന്തിക്കാത്തതിന് അറിയില്ല, അതാണ് മെയിൻ ഇഷ്യൂ വരുന്നത്. ഇതല്ലാതെ ജനറലി ആളുകൾക്ക് ഇപ്പം ഐ ഹെൽത്തിന് ബേസിക്കായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ ഉണ്ട്? ഏറ്റവും ആദ്യം നമ്മൾ കുട്ടികളെ പറ്റിയിട്ടാണ് പറയുക, അല്ലേ? നമ്മൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ പണ്ടത്തെക്കാളിലും കൂടുതൽ കുട്ടികൾ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്.
അതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ വളരെ ഗാഡ്ജറ്റ്സ് മാത്രം ചെറിയ പ്രായം മുതൽ യൂസ് ചെയ്യുന്നു. കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുന്ന അത് കുറവാണ്. അപ്പോൾ ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറയുമ്പോൾ നമുക്ക് ഈ മയോപ്പിയ എന്ന് പറയുന്ന കണ്ടീഷൻ കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. ഒരു കാലത്ത് ഒരു 10-15 കൊല്ലം മുമ്പ് വരെ നമ്മളിവിടെ കൂടുതൽ കണ്ടിരുന്നത് ഈ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന പാരൻസ് അവരുടെ മക്കൾ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഇത്രയും പവർ വേണ്ട കണ്ണടകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ഈവൻ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളുടെ ഇടയിലും കാണാം. അതിന് ഒരു പ്രധാന കാരണം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറഞ്ഞു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്തുള്ള ഈ വർക്ക് കൂടുതൽ ചെയ്യിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല അവരെ പുറത്തിറങ്ങി കളിക്കാനും കൂട്ടുകാരുടെ കൂടെ നടക്കാനും അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യം. മറ്റേത് ഇപ്പോൾ ഈ പറഞ്ഞ ഗാഡ്ജറ്റ്സ് കൊണ്ടൊക്കെ ഉണ്ടാവില്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളതിൻ്റെ പ്രിക്കോഷൻ എടുക്കുക, നമ്മൾ ഫുൾ ടൈം അതിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ്സസ് യൂസ് ചെയ്യുക. ഇതൊക്കെ കുറേ സഹായിക്കും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇലക്കറികൾ, ക്യാരറ്റ്, ഈവൻ മത്സ്യം, ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും കണ്ണിൻ്റെ പല രീതിയിലും കണ്ണിനകത്ത് പല അസുഖങ്ങൾ വരുന്നത് തടയുന്നതിൽ വലിയ പങ്കുണ്ട് അതിനൊക്കെ. പിന്നെ വളരെ എപ്പോഴും കണ്ണിനകത്തേക്ക് ലൈറ്റ് നമ്മൾ വേറൊന്ന് ഈ ജോലി ചെയ്യുമ്പോൾ പല ആൾക്കാരും കണ്ണട പ്രൊട്ടക്റ്റീവ് ഡിവൈസ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ കണ്ണിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുല്ല് കട്ട് ചെയ്യുന്ന മെഷീനുകൾ ഇപ്പോൾ കുറേ നാട്ടിലുണ്ട്. ഇത് കാണാൻ പോയി നിൽക്കുന്നത് പോലും അപകടമാണ്. ചെയ്യുന്ന ആൾക്ക് മിക്കവാറും ഒരു ഷീൽഡ് വെച്ചിട്ടുണ്ടാവും. ഇത് കാണാൻ നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും ഉണ്ടാവില്ല. ഇതിനകത്തുനിന്ന് വരുന്ന ഓരോ കല്ലും ഇതും തരികളും ഒക്കെ മിസൈൽ പോലെ കണ്ണിനകത്തേക്ക് തറച്ച് കയറും. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് അത് നമുക്ക് കാണാൻ പോയി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് കണ്ണിനകത്ത് അപകടം വരാം. ഇത് പിന്നെ പ്രൊട്ടക്ഷൻ്റെ വേറെ ഒന്ന് ഈ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് അതിനും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങളെന്താ ഇത് ഷീൽഡ് വെച്ചിട്ടല്ലേ ചെയ്യുക? ഷീൽഡ് വെച്ചൊന്നും കാണൂല, അതുകൊണ്ട് ഞങ്ങൾ ഇത് വെച്ചിട്ടല്ലേ ചെയ്യുക. ശരിയാണ്, ജോലി ചെയ്യാൻ അതിൻ്റെ ആക്യുറസി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ അവർ ആ ഷീൽഡ് യൂസ് ചെയ്ത് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുമ്പിൻ്റെ പീസോ ഒക്കെ കണ്ണിനകത്തേക്ക് തറച്ച് കയറി വരാം. ഇതൊക്കെ വളരെ ചെറിയൊരു പീസാണെങ്കിലും അത് കണ്ണിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഫോഴ്സിലാണ്. അത് അകത്ത് കയറി ആ കണ്ണിനുണ്ടാക്കുന്ന നാശം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈസ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയുള്ള ഡാമേജ് ആ കണ്ണിൽ സംഭവിച്ചിരിക്കുന്നത് പലപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഈ പ്രത്യേകിച്ച് കണ്ണിന് അപകടം വരുന്ന രീതിയിലുള്ള ഒരു വർക്കിലേർപ്പെട്ട് ആൾക്കാർ ഇപ്പോൾ ഈ വെൽഡിങ് പോലത്തെയോ അല്ലെങ്കിൽ മെഷീൻ ഈ മെറ്റൽ കട്ട് ചെയ്യാവുന്ന ആൾക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും കണ്ണടകൾ ഉപയോഗിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്നത് കണ്ണിൻ്റെ ഡ്രൈനെസ് ആണ്. കണ്ണ് ഭയങ്കര ഡ്രൈ ആവുന്നു. അത് അധികവും കമ്പ്യൂട്ടർ യൂസേഴ്സിന് തന്നെയാണ് അധികം കാണാറുള്ളത്. അപ്പം അതും ഈ പറഞ്ഞ മാതിരി നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ ഇരിക്കുന്ന കാരണം കൊണ്ടാണ്. ബേസിക്കലി ഒരു മിനിറ്റിൽ നമ്മൾ 18 to 20 ടൈംസ് കണ്ണ് ചിമ്മി തുറക്കും. നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബ്ലിങ്ക് റേറ്റ് കുറയും. അധികം നേരം കണ്ണിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാരണം കൊണ്ടാണ് ഡ്രൈനെസ് വരുന്നത്. അപ്പം അതിനും ഈ 20-20 റൂളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക, ഉറക്കം ഒരു പ്രധാന ഇതാണ്. എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത് ലേറ്റ് നൈറ്റ് വരെ മൊബൈലിൽ നോക്കും. അതും കണ്ണിന് ഭയങ്കര കേടാണ്. ബേസിക്കലി പ്രത്യേകിച്ച് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മൊബൈലിൽ നോക്കി കിടക്കുന്നത് ഭയങ്കര കണ്ണിന് കേടാണല്ലേ. ഇതൊരു വലിയ വിഷയമാണ് ലേറ്റ് നൈറ്റ്. എനിക്ക് തോന്നുന്ന ഒരു ട്രെൻഡായിട്ടുണ്ട് ഈ കുട്ടികളുടെ ഇടയിലായാലും യങ്സ്റ്റർ ഓൾമോസ്റ്റ് ഒരു 30s വരെയുള്ള ആളുകൾ ഇപ്പം അങ്ങനെയായി മാറി നൈറ്റ് ഇരുന്ന് ഇതാക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈനെസ് പറഞ്ഞല്ലോ, ഞാൻ അത് ഓർത്തപ്പോൾ പലരും ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സ്വന്തമായിട്ട് പോയിട്ട് ഡ്രോപ്സ് വാങ്ങിച്ചൊഴിക്കുന്നൊരു പരിപാടി കണ്ടുവരാറുണ്ട്. അപ്പം അത് ആക്ച്വലി സേഫ് അല്ലല്ലോ. അതോ കറക്റ്റ് അങ്ങനെ നമ്മൾ ഡ്രൈനെസ് നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കില്ലല്ലോ. ഈ ഡ്രൈനെസ്സിന് മാത്രമാണ് പ്രശ്നമെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ഡ്രോപ്പ് വാങ്ങിച്ച് ഒഴിക്കുന്നതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഈവൻ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിലും ചിലപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനത്തെ മെഡിസിനിൽ പെട്ടതാണ് ഈ ലൂബ്രിക്കൻ്റ് പോലത്തൊക്കെ. ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് മെഡിസിനും കിട്ടും. ലൂബ്രിക്കൻ്റ് മാത്രമല്ല, നമ്മൾ എന്ത് മെഡിസിനും ചെന്ന് വാങ്ങിക്കും. ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാതെയും രോഗി ചിലപ്പോൾ കിട്ടും.
അപ്പോൾ ഇതൊന്നും അങ്ങനത്തെ മരുന്നുകളൊന്നും ഒരു പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഡോക്ടറെ ഒരു അഡ്വൈസ് എടുക്കാതെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അലർജിക്ക് യൂസ് ചെയ്യുന്ന ചില ഡ്രോപ്സ് ഉണ്ട്. അതിൽ സ്റ്റെറോയിഡ് കണ്ടൻറ്റുള്ള ഡ്രോപ്സ് ഉണ്ട്. ഈ സ്റ്റെറോയിഡ് കണ്ടൻറ്റുള്ള ഡ്രോപ്സൊക്കെ നമ്മൾ വെറുതെ കണ്ണിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ പോലത്തെ അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പോൾ കഴിയുന്നതും ചെറിയ ചെറിയ ഈ ലൂബ്രിക്കൻ്റ് പോലത്തെ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നതിന് പുറമെ കൂടിയ ടൈപ്പ് ഡ്രോപ്സുകൾ അലർജിക്കോ അല്ലെങ്കിൽ ഒരു കണ്ണിലൊരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടോ ചെയ്യുന്ന ഡ്രോപ്സ് കഴിയുന്നതും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഇനി എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതൊന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യുന്നതും അത് തുടർന്ന് പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നതും നല്ലതാണ്. ഇനിയിപ്പം ലാസ്റ്റിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ ഗ്ലോക്കോമൊക്കെ നമ്മൾ പറയാറുണ്ട് ഒറ്റ കണ്ണിനെ ബാധിച്ച്. സെയിം പോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതിയും രണ്ട് കണ്ണിനെയും ഒരുമിച്ച് ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണോ, അതോ ഒറ്റ കണ്ണ് മാത്രമായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഗ്ലോക്കോമ ഒറ്റ കണ്ണിനല്ല ബാധിക്കുക. ഗ്ലോക്കോമ യൂഷ്വലി രണ്ട് കണ്ണിനെയും ബാധിക്കാം. അങ്ങനെ ഒറ്റ കണ്ണിനെ മാത്രം ബാധിക്കുന്നത് റയറായിട്ടേ കാണുള്ളൂ. ഇപ്പോൾ എസ്പെഷ്യലി ഒരു അപകടം പറ്റി അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ കണ്ണിൽ മാത്രം ഗ്ലോക്കോമ വരാം. അപ്പോൾ നമ്മൾ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നത് ഒരു കണ്ണിൽ മാത്രം, അങ്ങനെയാണെങ്കിൽ ആ കണ്ണിൽ മാത്രം വരാം. അപ്പോൾ ഗ്ലോക്കോമ യൂഷ്വലി രണ്ട് കണ്ണിലും വരുന്നൊരു അസുഖമാണ്. അതേപോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി രണ്ട് കണ്ണിൽ വരുന്ന അസുഖം തന്നെയാണ്. ഇപ്പോൾ രണ്ട് കണ്ണും ഒരേ ലെവലിൽ തന്നെ വരൂ എന്നുള്ളതാണ്. അത് യൂഷ്വലി എപ്പോഴും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഒരു കണ്ണിൽ കുറച്ച് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്, മറ്റേ കണ്ണിൽ ബ്ലീഡിങ് വരുന്നത് തൊട്ടുമുള്ള സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഈ കണ്ണിലെ ഡിസീസസ് എല്ലാം രണ്ട് കണ്ണിനെയും ഒരേപോലെ ബാധിക്കുന്ന കണ്ടീഷൻസ്. ഇൻ കേസ് ഇപ്പോൾ ഒരു കണ്ണിന് ഡയബറ്റിക് റെറ്റിനോപ്പതി നല്ല വേഴ്സൺ ആയിട്ടുണ്ട്, മറ്റേ കണ്ണിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്തോട്ടം തലച്ചോറിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ കാരോട്ടിഡ് ഡോപ്ലർ ചെയ്യിപ്പിച്ച് നോക്കുക ചെയ്യുക, എവിടെയെങ്കിലും രക്തോട്ടത്തിന് എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ അതേമാതിരി കണ്ണിൻ്റെ ആൻജിയോഗ്രാഫി, കണ്ണിന് ഇപ്പോൾ നമ്മൾ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹാർട്ടിൻ്റെ ആൻജിയോഗ്രാഫി ചെയ്യുന്ന മാതിരി തന്നെ കണ്ണിൻ്റെ ഒരു ആൻജിയോഗ്രാഫി ഉണ്ട്. അപ്പം അത് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ചെയ്യുക. എന്തുകൊണ്ടാണ് ഒരു കണ്ണിന് ഡിഫറൻസ് വരുന്നത്, ബുദ്ധിമുട്ട് വന്നിരിക്കുന്നതെന്ന് അറിയാം. കണ്ണിന് ആൻജിയോഗ്രാഫി ഉണ്ടെന്നൊക്കെ ആദ്യമായിട്ടോ ഞാൻ കേൾക്കുന്നത്. കണ്ണിന് ഒന്നല്ല രണ്ട് തരം ആൻജിയോഗ്രാഫി ഉണ്ട്, 3 ആൻജിയോഗ്രാഫി ഉണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് മരുന്ന് കയറ്റിയിട്ട് ചെയ്യുന്ന ഫ്ലൂറസിൻ ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞതുണ്ട്, പിന്നെ ICG ആൻജിയോഗ്രാഫി എന്ന് പറയുന്ന വേറെ ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കണ്ണിലെ ഈ റെറ്റിനയുടെ അല്ലെങ്കിൽ റെറ്റിനയ്ക്ക് താഴെയുള്ള ചില ഭാഗങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ റെറ്റിനയിലുള്ള കാര്യങ്ങൾ കൂടുതലും നമ്മൾ ഈ ഫ്ലൂറസിൻ ആൻജിയോഗ്രാഫി എന്ന് ചെയ്യുമ്പോൾ ICG ആൻജിയോഗ്രാഫി എന്ന് റെറ്റിനയ്ക്ക് താഴെയുള്ള കൊറോയിഡ് എന്ന് പറഞ്ഞ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൂടുതലും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആൻജിയോഗ്രാഫിയാണ്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മളിപ്പോൾ ചെയ്യുന്ന സ്കാൻസ് ഉണ്ട്. ഇപ്പോൾ കണ്ണിനകത്ത് സ്കാൻ ചെയ്യുന്നു, OCT സ്കാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ഈ OCT സ്കാനിനകത്ത് കൂടെ പോലും നമുക്കിപ്പോൾ രക്തക്കൊഴലുകൾ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് OCT ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ 2-3 തരം ആൻജിയോഗ്രാഫികൾ തന്നെ ഇതിനകത്തുണ്ട്. OCT ആൻജിയോഗ്രാഫിയിൽ നമ്മൾ മരുന്നൊന്നും ഇഞ്ചെക്ട് ചെയ്യുന്നില്ല. ആ സമയത്ത് ICG ആൻജിയോഗ്രാഫി അല്ലെങ്കിൽ ഫ്ലൂറസിൻ ആൻജിയോഗ്രാഫിയിൽ നമ്മൾ സാധാരണ ആൻജിയോഗ്രാഫി ചെയ്യുന്ന പോലെ രക്തക്കൊഴലിലൂടെ മരുന്ന് കയറ്റിയിട്ട് പിന്നെ പ്രത്യേകതരം ക്യാമറകൾ വെച്ച് കണ്ണിൻ്റെ ഫോട്ടോസ് എടുക്കുക ചെയ്യുന്നത്. ഓക്കെ. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പറഞ്ഞ സമയത്ത് മാം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊസീജിയർ ചെയ്തു, ലേസർ ആയാലും സർജറി ആയാലും, പക്ഷെ അത് അവിടെ കൊണ്ട് തീർന്നില്ല, പിന്നെയും നമ്മളതിനെ ഫോളോ ബാക്ക് ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ട് മേ ബി അവർക്കൊരു 50% അല്ലെങ്കിൽ അബവ് അവർക്ക് വിഷൻ തിരിച്ച് കിട്ടിയെന്ന് വിചാരിക്കുക, ഇത് പിന്നീട് ലോസ് ആവാനുള്ള ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് കുറയാനുള്ള ചാൻസസ് ഉണ്ടോ? അവർ ഷുഗർ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളിപ്പം ഇവിടെ അവരെ ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ രക്തോട്ടമില്ലാത്ത ഭാഗത്തിനെ ട്രീറ്റ് ചെയ്യുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാഴ്ചയ്ക്ക് വേണ്ട ഭാഗത്തിനെ നമ്മൾ പ്രിസർവ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അവർ തീരെ ഷുഗേഴ്സ് കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ബ്ലഡ് വെസൽസ് മെല്ലെ മെല്ലെ കേടുവരാൻ തുടങ്ങും. അപ്പം അങ്ങനെ ആ ബാക്കി അവിടെ ഉള്ള ബ്ലഡ് വെസൽസ് കേട് വന്നു കഴിഞ്ഞാലാണ് അവർക്ക് വിഷൻ ലോസ് ഉണ്ടാവുക. പക്ഷെ അധികവും ഈ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ആ പെയിനൊക്കെ സഹിച്ചു കഴിഞ്ഞാൽ അധികം കൺട്രോൾ ചെയ്ത് പോകാറ്. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ആദ്യ സമയത്ത് ഇത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ജീവിതകാലം മുഴുവൻ നമുക്കിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുമെന്നുള്ളതായിരിക്കും ആദ്യം തന്നെ മനസ്സിൽ വരും. അങ്ങനെയല്ല, നമ്മൾ ആദ്യ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അടുപ്പിച്ച് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വരേണ്ടി വരും, പറയുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡയബറ്റീസും കൂടി കൺട്രോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടി കൊണ്ടുവരാൻ പറ്റും.
അപ്പോൾ ചിലപ്പോൾ തുടക്കത്തിൽ മാസത്തിലൊക്കെ വന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ 2 മാസത്തിലോ 3 മാസത്തിലോ പിന്നെ ചിലപ്പോൾ 6 മാസത്തിലൊരിക്കലും കൊല്ലത്തിലൊരിക്കലും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് നമ്മൾ അസുഖം ഏകദേശം സ്റ്റേബിളായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ 1 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ചില ആൾക്കാർ വരാം. പക്ഷേ അത് അഡ്വൈസബിൾ അല്ല. ഡയബറ്റീസ് ഉള്ള ഒരാൾ കഴിയുന്നതും ഒരു അസുഖം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റേബിളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ അത് പരിശോധിക്കാൻ ഡോക്ടർക്ക് ഒരു ഐഡിയ കിട്ടും, ഇത് ഇപ്പോൾ എത്ര സമയത്തിൽ കണ്ടാൽ മതി. അപ്പോൾ ആ പറയുന്ന സമയത്ത് ഒന്ന് തന്നെ കാണിക്കാൻ നോക്കാം. ഒരു വുമണിന് ഓൾറെഡി പ്രഗ്നൻസിയുടെ ടൈമിൽ അവർക്ക് ഡയബറ്റീസ് വരികയോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലോട്ട് ഡയബറ്റീസ് റെറ്റിനോപ്പതി എന്നുള്ള സ്റ്റേജിലോട്ട് എത്തുകയോ ചെയ്യുന്ന സമയത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ടോ? അത് ട്രാൻസ്ഫറബിൾ ആണോ? ഇല്ല, ഈ റെറ്റിനോപ്പതി അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പടരുന്ന അസുഖമല്ല. പക്ഷേ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഡയബറ്റീസ് ഉള്ള ഒരാൾ പ്രഗ്നൻ്റ് ആവുന്നുണ്ടെങ്കിൽ അയാൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് കണ്ണ് പരിശോധിക്കണം. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മുൻകരുതലായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കണം. ഇപ്പം ചില ആൾക്കാർക്ക് പ്രഗ്നൻസിയിലാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ തന്നെ കണ്ണിനൊന്നും കയറിയത് ബാധിക്കില്ല. പക്ഷേ ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ പ്രഗ്നൻ്റ് ആവുന്നുണ്ടെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാൻ. അതായത് പ്രഗ്നൻസിയിൽ ഓൾറെഡി ഉള്ള റെറ്റിനോപ്പതി മോശമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബിഫോർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. ഈ പറയുമ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് വരുന്ന ഇപ്പം ലേസർ പോലുള്ള കാര്യങ്ങൾ പ്രഗ്നൻറ്റ് വുമൻസിന് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഒരു ഇഷ്യൂ കൂടി ഉണ്ടോ അതിനകത്ത്? അത് സേഫാണോ? ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ നമുക്ക് മേ ബി ചെയ്യാവുന്ന ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് ലേസർ തന്നെയാണ്. ലേസർ ഇപ്പോൾ റേഡിയേഷൻ ഒന്നുമല്ല. ആ സമയത്ത് കണ്ണിനകത്ത് ചിലപ്പോൾ നമുക്ക് ഇഞ്ചക്ഷനുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാ ടൈപ്പ് ഇഞ്ചക്ഷനുകളും പറ്റിയെന്ന് വരില്ല. VEGF എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷനുകളും ചിലപ്പോൾ ഡയബറ്റീസ് ഉള്ള സമയത്ത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ നേരത്തെ കൂട്ടി അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് അത് സ്റ്റേബിളായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ട്രീറ്റ്മെൻറ്റ് പലതും നമുക്ക് പോസിബിൾ അല്ല. ആ സമയത്ത് നമുക്ക് എത്രത്തോളം കണ്ണിന് അസുഖം ബാധിച്ച ഒരു ആൻജിയോഗ്രാഫി പോസിബിൾ അല്ല. ലേസർ പോസിബിൾ ആണെങ്കിലും ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് പോസിബിൾ അല്ല. ഈ ഇഞ്ചക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഇപ്പോൾ കണ്ണിനകത്ത് പ്രഷർ കൂടുകയാണ്. ഇപ്പോൾ ചില കണ്ണിനകത്ത് വെക്കുന്ന ഇഞ്ചക്ഷനുകൾ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷനുകൾ ചില സമയത്ത് വേണ്ടി വരും. അപ്പോൾ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ ചിലപ്പോൾ നമുക്ക് ഡയബറ്റിക് ഉള്ള ഒരാൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്ത് കണ്ണിനകത്ത് പ്രഷർ കൂടി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ പ്രഷർ കുറയ്ക്കാനുള്ള പല മരുന്നുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചില മരുന്നുകൾ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും പല മരുന്നുകളും നമ്മൾ അത് ലിമിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു മരുന്നിൽ കൺട്രോൾ ചെയ്താൽ 2 മരുന്നിലേക്കൊന്നും ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ആദ്യം തന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻ്റ് ആവുക എന്നുള്ളതാണ്. പിന്നെ കണ്ണിനകത്തുനിന്ന് അമ്മയുടെ ശരീരത്തിൽ നിന്ന് ചില അസുഖങ്ങൾ ചിലപ്പോൾ കുട്ടിക്ക് വരാം. അത് കണ്ണിനെ മാത്രമല്ല ബാധിക്കുക, അത് എല്ലാ അവയവങ്ങളെയും ബാധിക്കുക. അമ്മയ്ക്ക് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് മദ്യപാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ കുട്ടീനെയും ബാധിക്കാം. അപ്പോൾ കുട്ടീനെ പല അവയവങ്ങളെയും ബാധിക്കും, കണ്ണിനെ മാത്രമല്ല ഏത് അവയവത്തിനും വേണമെങ്കിലും ബാധിക്കും. അതൊരു കോമൺ ടോപ്പിക്കായിരുന്നു. അതായത് ഇപ്പോൾ ഡ്രഗ്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇതായിട്ടല്ലെങ്കിലും അത്ര കോമൺ അല്ലെങ്കിലും ബട്ട് മേ ബി അതുപോലെ ചില ഡ്രഗ്ഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസ്, പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾ, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. മദ്യപാനം ഞാൻ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യം, മദ്യപിക്കുന്ന ഒരു വുമൺ പ്രഗ്നൻസിയിൽ അഡ്വൈസബിൾ അല്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം മേ ബി കുട്ടിയുടെ ഐസൈറ്റിനെ ആയിരിക്കും മേ ബി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അത് ജനറലി നമ്മളത് അഡ്വൈസബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് അല്ലേ? അത് ഞാൻ പറഞ്ഞു, കണ്ണിനെ മാത്രമല്ല ബാധിക്കുക, അത് എല്ലാ അവയവങ്ങളെയും ബാധിക്കാം കുട്ടിക്ക്. ഈ തിമിരമുള്ള ആൾക്കാർക്ക് റെറ്റിനോപ്പതി വരാൻ അറ്റ് എ ടൈം അഗെയിൻ മറ്റേ റിഫ്രാക്റ്റീവ് ലെൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ തിമിരമുള്ള ആളുകൾക്ക് റെറ്റിനോപ്പതി വരാനുള്ള ചാൻസസ് ഉണ്ട്. തിമിരം യൂഷ്വലി ഏജിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഇതാണ്. റെറ്റിനോപ്പതി ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് വരുന്ന. അപ്പോൾ ഒരു പ്രായമായ അല്ലെങ്കിൽ ഒരാൾക്ക് ഡയബറ്റീസും കൂടി ഉണ്ടെങ്കിൽ അയാൾക്ക് തിമിരവും വരാം, റെറ്റിനോപ്പതിയും വരാം. ഇനി പ്രായമായില്ലെങ്കിൽ പോലും ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് തിമിരം വരാനുള്ള സാധ്യത സാധാരണ ഒരാളെക്കാളും കൂടുതലാണ്. അപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് തിമിരം വരാൻ സാധ്യത കൂടുതലുണ്ട്, കണ്ണിൽ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ വേറെ പല കണ്ണിലെ വേറെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഡയബറ്റീസ് കണ്ണിന് റെറ്റിനോപ്പതി വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കാറ്ററാക്ട് സർജറി ചെയ്യുമ്പോൾ അയാളുടെ റിസൾട്ട് ഒരു പക്ഷേ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി ഇല്ലാത്ത ഒരാൾക്ക് കിട്ടുന്ന അത്രയും ചിലപ്പോൾ കിട്ടാമെന്നില്ല.
അത് ഡയബറ്റിക് റെറ്റിനോപ്പതി ഓൾറെഡി റെറ്റിനയ്ക്ക് ഡാമേജ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെൻസ് മാത്രമാണ് തിമിരത്തിൽ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഈ ലെൻസുകൾ കൂടെ പോയി ലൈറ്റ് ചെന്ന് വീഴുന്ന സ്ഥലം ഓൾറെഡി കേടാണെങ്കിൽ പിന്നെ നമുക്ക് വിചാരിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടണം എന്നില്ല. അപ്പോൾ അവിടെയും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നേരെ പോയി കാറ്ററാക്ട് തിമിരം ഉണ്ടെങ്കിൽ തിമിരത്തെ നേരിട്ട് പോയി ഓപ്പറേഷൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. റെറ്റിനോപ്പതിയെ ചികിത്സിക്കണം. റെറ്റിനോപ്പതി ചികിത്സിച്ച് അത് മാക്സിമം കൺട്രോളിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ കൺട്രോളിലാക്കിയതിന് ശേഷം വേണം കാറ്ററാക്ട് സർജറി ചെയ്യാൻ. കണ്ണിന് അലർജി വരുന്നത് ബേസിക്കലി അലർജിക്കായ ഒരു പേഷ്യൻസിന് മാത്രമേ വരത്തുള്ളൂ, അതോ നമ്മൾ ഓവറോൾ കണ്ണിന് ഹെൽത്തി അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അലർജി വരാനുള്ള സാധ്യതയുണ്ടോ? ഈ കണ്ണിനെ ബാധിക്കുന്ന അലർജീസിനെ പറ്റിയിട്ട്. കണ്ണിനെ ബാധിക്കുന്ന അലർജീസ് അധികവും ഡസ്റ്റ് അലർജിയാണ്. 2 തരം അലർജി ഉണ്ട്. ഒന്ന് സീസണൽ അലർജി, അത് ചില ആൾക്കാർക്ക് ചില പെർട്ടിക്കുലർ സീസൺസിൽ മാത്രമേ വരുള്ളൂ. ഒന്ന് പെരിനിയൽ അലർജി എന്ന് പറയുമ്പോൾ അത് ത്രൂ ഔട്ട് ദ ഇയർ അവർക്ക് കണ്ണിൽ അലർജി ഉണ്ടാവും. അപ്പം സീസണൽ അലർജീസ് ഉള്ള ആൾക്കാർക്ക് ഈ ചില പൂക്കൾ വിരിയുന്ന സമയത്തോ അല്ലെങ്കിൽ കാറ്റ് വീശുന്ന കാലത്ത് അല്ലെങ്കിൽ ഇപ്പം ഫംഗസിൻ്റെ ഇതൊക്കെ വരുന്ന സമയത്തൊക്കെ ആയിരിക്കും അവർക്ക് കണ്ണിൻ്റെ അലർജി ഭയങ്കരമായിട്ട് ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ പേഷ്യൻസിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സീസൺ കഴിയുന്നവരെ നമുക്ക് മെഡിസിനും കൊണ്ട് അവരെ കൺട്രോൾ ചെയ്ത് വിടുകയാണ് ചെയ്യുക. പെരിനിയൽ അലർജീസ് ആണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് പെരിനിയൽ അലർജീസ് അധികവും ഡസ്റ്റ് അലർജീസ് ആണത്. ഈ ഡസ്റ്റ് മൈറ്റ് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് തുമ്മലും ജലദോഷവും ഉണ്ടാവും, ചെറിയ പൊടികളും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ബേസിക്കലി അവരുടെ ബോഡി ക്ലീൻ ആണ്, അവർക്ക് ഒരു തരത്തിലുള്ള പൊടിയും പറ്റില്ല. അപ്പോൾ അത് തന്നെയാണ് അവരുടെ കണ്ണിൻ്റെ പ്രശ്നം. അപ്പോൾ പെരിനിയൽ അലർജീസ് ഉള്ള ആൾക്കാർക്ക് ഞാൻ പെർട്ടിക്കുലർലി പറയാറുള്ളത് കഴിയുന്നതും ഡസ്റ്റ് അവോയ്ഡ് ചെയ്യാന്നുള്ളതും. ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. നമ്മൾ കൈകൊണ്ട് കണ്ണ് റബ്ബ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണിനകത്ത് വീണ്ടും വീണ്ടും ഈ അലർജൻസ് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ചൊറിച്ചിൽ വീണ്ടും കൂട്ടും. അപ്പോൾ ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കണ്ണ് തൊടാതിരുന്ന് കഴിഞ്ഞാൽ ഒരു 2 to 3 മിനിറ്റ്സോളം നമ്മൾ ആ ചൊറിച്ചിൽ വരുമ്പോൾ അതൊന്ന് സഹിച്ച് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചൊറിച്ചിൽ അങ്ങനെ സെറ്റിൽ ആവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിനെ തണുപ്പിക്കാം. നല്ല തണുത്ത വെള്ളത്തിൽ തുണി മുക്കിയിട്ട് നല്ലപോലെ കണ്ണിൻ്റെ ഈ പോളയുടെ മുകളിൽ തണുപ്പ് തട്ടിക്കാം. ഇനി അതല്ലെങ്കിൽ ഐസ് മാസ്ക് കിട്ടും. കണ്ണിൻ്റെ മുകളിൽ വെക്കുന്ന ഈ ഫ്രീസറിൽ വെക്കുന്ന ഐസ് മാസ്കുകളുണ്ട്, ഇപ്പോൾ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ ഐസ് മാസ്ക് നമുക്ക് ചൊറിച്ചിൽ വരുന്ന സമയത്ത് വെക്കാം. അപ്പം അതും എഫക്റ്റീവാണ്. പിന്നെ നമുക്ക് ചെയ്യാമെന്നുള്ളത് വെച്ചാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ണിലേക്ക് പൊടി തട്ടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പ്ലെയിൻ ഗ്ലാസ് വെക്കാം, മുഖം നല്ലോണം ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യാം. അധികവും സ്കൂൾ ടീച്ചേഴ്സിന് ചോക്കിൻ്റെ പൗഡർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അവർക്ക് ശ്വസിക്കുന്ന പൊടിയും കണ്ണിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് വേണമെങ്കിൽ മാസ്ക് ധരിക്കാം, കണ്ണട യൂസ് ചെയ്യാം. അങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനാണ് പറ്റുള്ളൂ. ചെറിയ കുട്ടികൾക്ക് തന്നെ തുടങ്ങാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരുന്നൊരു 16-18 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ചിലപ്പോൾ സെറ്റിൽ ചെയ്ത് പോകാറുണ്ട്. ചില ആൾക്കാർക്ക് അവർക്ക് ലൈഫ് ലോങ് അവർക്ക് ബോഡിയിലും അതിൻ്റേതായ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് മതി, ബോഡിയിലും അലർജീസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് കണ്ണിന് സ്ഥിരമായിട്ട് അലർജി പോയും. അതുപോലെ ചോദിക്കാനെന്ന് നമ്മൾ ഈ വെള്ളം കഴുകുമ്പം പറഞ്ഞു കേട്ടിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞിട്ട്, അതായത് നമ്മൾ അടിച്ച് കഴുകുമല്ലോ വെള്ളം എടുത്ത്, പെട്ടെന്ന് ചൊറിയുന്ന സമയത്ത് നല്ലോണം വെള്ളം ഒഴിച്ച് കണ്ണ് കഴുകുന്നത് അത് ശരിക്കും നല്ലതാണോ അതോ ദോഷം ചെയ്യുമോ? അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും അല്ല, കണ്ണിനകത്തേക്ക് വെള്ളം അടിച്ച് കഴുകുന്നത് ഞങ്ങളുടെ സാറ് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ണിന് ഒരു പ്രൊട്ടക്റ്റീവ് ടിയർ ഫിലിം ഉണ്ട്, നമ്മുടെ കണ്ണീരിൻ്റെ ലെയർ ഉണ്ടല്ലോ, അതിനകത്ത് നാച്ചുറൽ എൻസൈംസ് ഉണ്ട്. ഈ ബാക്ടീരിയ ലൈസൻസ് ഒക്കെ പറഞ്ഞിട്ട് ബാക്ടീരിയാസിനെ കില്ല് ചെയ്യുന്ന എൻസൈംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിലേക്ക് വെള്ളം അടിച്ച് കണ്ണ് തുറന്ന് വെള്ളം അടിച്ച് കഴുകുക അല്ലെങ്കിൽ കണ്ണ് ബക്കറ്റിലേക്ക് തുറന്ന് വെക്കുമ്പോഴൊക്കെ നമ്മൾ ആ പ്രൊട്ടക്റ്റീവ് ടിയർ ഫിലിമിനെ വാഷ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം വല്ലപ്പോഴും ഇപ്പോൾ നമുക്ക് കണ്ണിൽ കരട് വീണുകൊണ്ട് അത് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ദെൻ ഡെയിലി ചെയ്യുന്നത് അതത്ര അഡ്വൈസബിൾ ആണ്. പിന്നെ അലർജിയുള്ള ആൾക്കാർക്ക് ഞാൻ യൂഷ്വലി പറയാറില്ല ഐ മേക്കപ്സ് അവോയ്ഡ് ചെയ്യാനും പറയാറില്ല. ബിക്കോസ് അതെല്ലാം കെമിക്കൽസാണ്. അപ്പോൾ അതൊക്കെ അലർജി ഉണ്ടാക്കുന്നതാണ്. സോ എന്തെങ്കിലും ഒക്കേഷണൽ വെയേഴ്സ് അല്ലാതെ റെഗുലർ യൂസിന് അത് ചെയ്യാതിരിക്കുന്നതാണ്. നമ്മളിപ്പം സർജറീസിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. ഇപ്പോൾ പലപ്പോഴും പല ആളുകൾ വന്നിട്ട് ഇപ്പം അറ്റ് എ ടൈം ഒരേ ടൈമിൽ നടത്തിയ ആളുകളൊക്കെയാണ് ചിലർ എന്ന് പറയും എനിക്ക്
സർജറി കഴിഞ്ഞപാട് കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് ടൈം പീരീഡ് കഴിഞ്ഞപ്പം കറക്റ്റ് വിഷൻ ക്ലിയർ ആയി, പെട്ടെന്ന് വിഷൻ തിരിച്ച് കിട്ടി എന്നൊക്കെ പറയും. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില ആളുകൾക്ക് മേ ബി ആ ഒരു വിഷൻ വരാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റിക്കോ ചിലപ്പോൾ ടൈം എടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഉള്ള പോലെയൊക്കെ തോന്നാണ്. ഇത് ശരിക്കും വേരി ചെയ്യുന്നതിന് എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? അത് ആദ്യം തന്നെ പേഷ്യൻറ്റിന് എന്ത് ഓപ്പറേഷൻ ചെയ്തതെന്നാണ് ആദ്യം മനസ്സിലായത്. കണ്ണിനകത്ത് ഈ നമ്മൾ സാധാരണ പറയുന്ന സർജറി എന്ന് പറഞ്ഞാൽ തിമിര ശസ്ത്രക്രിയയാണ്. ഈ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ കണ്ണിൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ യൂഷ്വലി പെട്ടെന്ന് കാഴ്ച റിക്കവർ ചെയ്യും. പക്ഷേ എല്ലാ കണ്ണിലും ഓപ്പറേഷനുകളും തിമിരത്തിനുള്ള ഓപ്പറേഷനല്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് റെറ്റിന സംബന്ധമായ അസുഖങ്ങൾക്ക് ഓപ്പറേഷൻ ഉണ്ടാകും. അപ്പോൾ റെറ്റിന ഇളകി പോകുന്നു, ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നു, റെറ്റിന ഇളകി പോകുന്നു. അങ്ങനെ പല വേറെ ഈ റെറ്റിന സംബന്ധമായ അസുഖങ്ങൾ പോലുള്ള ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാഴ്ച കിട്ടുന്ന പോലെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ അത്ര തന്നെ കാഴ്ച കിട്ടണമെന്നുമില്ല. റെറ്റിനയെ ബാധിക്കുന്ന അസുഖങ്ങൾ പലപ്പോഴും ഉണ്ടാക്കുന്ന കാഴ്ചക്കുറവ് ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനെ നമുക്ക് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ റെറ്റിന എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് പോലെയാണ്. തലച്ചോറിൻ്റെ ഇപ്പോൾ നമുക്ക് തലയ്ക്കകത്ത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് ആ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ചില വളരെ ഏർലി സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് കിടന്നുപോയ ഒരാൾ ചിലപ്പോൾ എഴുന്നിട്ട് നടക്കാൻ തുടങ്ങിയാലും അയാൾക്കൊരു ചെറിയൊരു വലിച്ചിലുണ്ടാവും. അതുപോലെ തന്നെ ഈ റെറ്റിനയിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒന്നുമില്ലാത്തടത്തിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ കാഴ്ച വരും. അത് പക്ഷേ പെർഫെക്റ്റ് നോർമൽ വിഷൻ ആവില്ല. അപ്പോൾ കാറ്ററാക്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് പെട്ടെന്ന് സർജറി കഴിഞ്ഞു, ലെൻസ് ഇടുന്നു, മേ ബി നെക്സ്റ്റ് ഡേ പോലെ തന്നെ വരാം. റെറ്റിന സർജറിക്കകത്ത് അങ്ങനെയല്ല. റെറ്റിന സർജറിക്കകത്ത് ചിലപ്പോൾ റെറ്റിന ഇളകി പോയിട്ടുണ്ടാവും. അത് പിടിച്ച് കിട്ടി നമ്മുടെ ബോഡി തന്നെ അതിൻ്റെ ഒരു റിപ്പറേറ്റീവ് വർക്ക് നടത്തി അതിനെ ഒരു ഇമ്പ്രൂവ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് വരാൻ ചിലപ്പോൾ മാസങ്ങൾ പിടിക്കും അവരെ വിഷൻ ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഇനി അതല്ല, കാറ്ററാക്ട് സർജറി ചെയ്ത ഒരാൾക്കും ചിലപ്പോൾ പെട്ടെന്ന് കാഴ്ച കൂടാതിരിക്കാം. അതിന് കാരണം അവർക്ക് ഓൾറെഡി ഈ കാറ്ററാക്ട് മാത്രമല്ല പ്രശ്നം, അവർക്ക് പിന്നിൽ റെറ്റിനയ്ക്കോ അല്ലെങ്കിൽ കണ്ടിലെ നെർവ്, ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന നാഡിക്കോ അങ്ങനെ അതിൽ കേടുള്ളത് കൊണ്ടുമായിരിക്കും ചിലപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പം ഈ കമ്മിങ് ബാക്ക് ടു ഡയബറ്റീസ് എന്നുള്ളൊരു വിഷയത്തിലോട്ട് വരുമ്പോൾ പലപ്പോഴും ഈ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയും പോലെ ഡോക്ടേഴ്സിനെ കാണും, അവർ തരുന്ന മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കഴിക്കും. എനിക്ക് തോന്നുന്നു മേ ബി ഒരു സ്ലൈറ്റ് വേരിയേഷൻ വരുമ്പം അവർ സ്വയം ചികിത്സ തുടങ്ങിയിട്ട് മരുന്ന് നിർത്താനോ അല്ലെങ്കിൽ അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാതിരിക്കാനോ ഒക്കെ ആയിട്ട് സാധ്യതയുണ്ട്. ഇപ്പം അവർ കോമൺ ആയിട്ട് പറയുന്നൊരു റീസൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവും, ഷുഗറിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പോവും. അപ്പം അതുകൊണ്ടാണ് ഭയങ്കര കോമൺ ആണ്. അപ്പം പക്ഷെ അത് അഡ്വൈസബിൾ അല്ലാത്ത ശരിക്കും എന്തുകൊണ്ടാണ്? ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടല്ല കിഡ്നി കേട് വരുന്നത്. കിഡ്നി കേട് വരുന്നത് ഷുഗർ കാരണം കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഈ ഡയബറ്റിക് റെറ്റിനോപ്പത്തി പറഞ്ഞ മാതിരി തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പത്തിയിൽ ബേസിക്കലി ഷുഗർ കാരണം കൊണ്ട് റെറ്റിനയിലത്തെ ബ്ലഡ് വെസൽസ് കേട് വരുന്നതാണ്. അതേമാതിരി ഷുഗർ കാരണം കൊണ്ട് കിഡ്നിക്കകത്തുള്ള രക്തക്കുഴലുകൾ കേട് വരുന്നു, അവിടെ ഫിൽട്രേഷൻ കുറയുന്നു. അതുകൊണ്ടാണ് അവർക്ക് കിഡ്നി പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇത് ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയാണ് അത്, മരുന്ന് കാരണം വരുന്നു എന്നുള്ളത്. അതെ, എനിക്ക് തോന്നുന്നു അത് റിവേഴ്സ് അടിക്കും ശരിക്കും. കാരണം കൺട്രോൾഡ് ആവേണ്ട ഡയബറ്റീസ് പിന്നീട് കൂടാനും ഒക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. സ്പെസിഫിക്കലി ഡയബറ്റീസ് എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെയൊക്കെ ഫാദർ അടക്കം ഡയബറ്റീസ് കണ്ടുപിടിച്ചാൽ പിന്നെ മധുരമുള്ള സാധനങ്ങൾ കഴിക്കാനായിട്ടൊരു ക്രേവിങ്സ് കൂടുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ പറയും പോലെ ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഈ റെറ്റിനോപ്പതിയുടെ ഒക്കെ കേസിൽ ഷുഗർ കൺട്രോൾഡ് അല്ലെങ്കിൽ ഇത് പിന്നീട് നമ്മളെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ? അപ്പം അത് കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ്. ഡയറ്റും മെഡിസിൻസും എക്സസൈസും എല്ലാം വേണം. എല്ലാം കൂടെ ഒരു ടോട്ടൽ പാക്കേജാണ്. ഇതെല്ലാം കൂടെ ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റൈൽ നന്നായി നോക്കുക എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.